മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? അതെ, പൈതഗോറസ് സിദ്ധാന്തം അല്ലേ? ത്രികോണത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് ഗണിത പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ. ദിവസേന നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് ത്രികോണങ്ങൾ കാണുന്നുണ്ട്. അവയുടെ കോണുകളെയും വശങ്ങളെയും സംബന്ധിക്കുന്ന ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി നമ്മളെ സഹായിക്കുന്ന ഒരു ഗണിതശാസ്ത്ര ശാഖയുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ത്രികോണങ്ങളിലെ കോണുകളെയും വശങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഗണിതശാസ്ത്ര വിഭാഗമാണ് ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി. ഒരു കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളറ്റം നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മട്ടത്രികോണം രൂപപ്പെടുന്നു. അതിൻ്റെ കർണത്തെ നമ്മൾ വീക്ഷണരേഖ എന്നും കർണവും പാദവും തമ്മിലുണ്ടാകുന്ന കോണിനെ മേൽക്കോൺ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇതേ രൂപത്തിൽ ഒരു കപ്പലിൽ നിൽക്കുന്ന കുട്ടി കരയിൽ കാണുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളറ്റം നിരീക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെയും നമുക്ക് ഇത്തരത്തിലൊരു മട്ടത്രികോണം രൂപപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതേ രീതിയിൽ ഇവിടെ വീക്ഷണരേഖയും തിരശ്ചീന രേഖയും തമ്മിൽ മേൽക്കോൺ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി വീക്ഷണരേഖയുടെ മുകളിൽ കോൺ രൂപപ്പെടുന്നതിന് പകരം താഴെ കോൺ രൂപപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ കോണിനെ കീഴ്ക്കോൺ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ മുകളിലുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ മേൽക്കോൺ രൂപപ്പെടുന്നതും താഴെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കീഴ്ക്കോൺ രൂപപ്പെടുന്നതും നമുക്ക് പല സാഹചര്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മേൽക്കോണും കീഴ്ക്കോണും തിരിച്ചറിഞ്ഞുകൊണ്ട് മട്ടത്രികോണം രൂപപ്പെടുത്തി പരിഹാരം കാണാൻ സാധിക്കുന്ന നിരവധി ഗണിത പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ പ്രശ്നപരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു ഗണിതശാസ്ത്ര വിഭാഗമാണ് ത്രികോണമിതി എന്നത്. ഇതുപയോഗിച്ച് നമുക്ക് വലിയ കെട്ടിടങ്ങളുടെയും വലിയ മരങ്ങളുടെയും എല്ലാം ഉയരം കാണാനും വലിയ നദികളുടെ വീതി കണ്ടെത്താനും അതുപോലെ തന്നെ വലിയ ടവറുകളുടെയും ലൈറ്റ് ഹൗസുകളുടെയും എല്ലാം നീളം കാണാനും സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു വലിയ ശാസ്ത്രശാഖയാണ് ത്രികോണമിതി.